ചൈനയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് ലോകത്തെ ഞെട്ടിക്കുന്ന വാർത്തകളാണ്. ചൈനീസ് സൈന്യത്തിന്റെ തലപ്പത്ത് ഒരു വൻ ശുദ്ധികലശം നടക്കുകയാണ്. ചൈനയിലെ ഏറ്റവും പവർഫുള്ളായ സൈനിക ജനറൽ ഷി ജിൻപിങ്ങിന്റെ വലം കൈ എന്ന് അറിയപ്പെട്ടിരുന്ന ജനറൽ ഷാങ് യുക്സിയ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. വെറും ഒരു അച്ചടക്ക നടപടിയല്ല, മറിച്ച് ചൈനയുടെ ആണവ രഹസ്യങ്ങൾ ശത്രുരാജ്യമായ അമേരിക്കയ്ക്ക് വിറ്റുവെന്ന അതിഗുരുതരമായ ആരോപണമാണ് ഉയരുന്നത്. ഷാങ് യുക്സിയക്കെതിരെ ഗുരുതരമായ അച്ചടക്ക ലംഘനത്തിനും നിയമലംഘനത്തിനും ചൈന അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് ഷി ജിൻപിങ്ങിന് താഴെ ചൈനീസ് സൈന്യത്തിലെ ഏറ്റവും ഉയർന്ന പദവിയിലിരുന്ന വ്യക്തിയാണ് ഷാങ്. ഷി ജിൻപിങ്ങിന് ഇത്രയും പ്രിയപ്പെട്ട ഒരാൾ എങ്ങനെ ചൈനയുടെ ശത്രുവായി മാറി? ചൈനീസ് സൈന്യം ഇപ്പോൾ നേരിടുന്ന ഈ കടുത്ത പ്രതിസന്ധിയുടെ പിന്നിലെ അണിയറ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ ഷാങ് യുക്സിയ ആരാണ് എന്നൊന്ന് നോക്കാം. ചൈനയുടെ സായുധ സേനയെ നിയന്ത്രിക്കുന്ന സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ CMCയുടെ വൈസ് ചെയർമാൻ ആയിരുന്നു ഇദ്ദേഹം. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് കഴിഞ്ഞാൽ സൈന്യത്തിൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ള വ്യക്തിയായിരുന്നു ഇയാൾ. വർഷങ്ങളായി ഷി ജിൻപിങ്ങിന്റെ വിശ്വസ്തനായിരുന്നു ഷാങ്. ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിൽ പഴയ കാലം മുതലേ വലിയ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഷാങ്ങിനെതിരെയുള്ള ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. സെൻട്രൽ മിലിറ്ററി കമ്മീഷന്റെ വൈസ് ചെയർമാൻമാരിൽ ഒരാളായ ഷാങ്ങിനൊപ്പം കമ്മീഷൻ അംഗം ജനറൽ ലിയു ഷെങ്ലിയും അന്വേഷണം നേരിടുന്നുണ്ട്. ഇതോടെ 6 അംഗ സൈനിക കമ്മീഷനിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ പുറത്താകാത്തതായി അവശേഷിക്കുന്നത്. ചൈനീസ് പീപ്പിൾസ് റിപ്പബ്ലിക്കിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക ശുദ്ധീകരണമാണ് ഇത് എന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇനിയുള്ള ചോദ്യം ഇതാണ്: എന്താണ് ജനറൽ ഷാങ്ങിന്റെ ഈ ഒരു പതനത്തിന് കാരണം? കഴിഞ്ഞ ശനിയാഴ്ച ചൈനീസ് പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഗുരുതരമായ നിയമലംഘനങ്ങളും അച്ചടക്കമില്ലായ്മയും ഷാങ്ങിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ്. പക്ഷേ ഇതിനു പിന്നിൽ അതിഭീകരമായ ഒരു സ്പൈ സ്റ്റോറി ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചൈനയുടെ ഏറ്റവും വലിയ സുരക്ഷാ രഹസ്യങ്ങളായ ആണവായുധങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഷാങ് അമേരിക്കയ്ക്ക് ചോർത്തി നൽകി എന്നതാണ് പ്രധാന ആരോപണം. ചൈനീസ് സൈന്യത്തിന്റെ റോക്കറ്റ് ഫോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ അമേരിക്കൻ ഇന്റലിജൻസിന് ലഭിച്ചതോടെയാണ് ഷി ജിൻപിങ് ഈ അന്വേഷണത്തിന് ഉത്തരവിട്ടത് എന്ന് പറയപ്പെടുന്നു. ഇത് സത്യമാണെങ്കിൽ ചൈന നേരിട്ട ഏറ്റവും വലിയ ചാരവൃത്തിയായി ഇത് മാറും. ചൈനീസ് നാഷണൽ ന്യൂക്ലിയർ കോർപ്പറേഷൻ മുൻ ജനറൽ മാനേജർ ഗുജുനിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അന്വേഷണം. ഗുജുനെതിരെ കഴിഞ്ഞ ആഴ്ചയാണ് അഴിമതിക്കും നിയമലംഘനത്തിനും അന്വേഷണം തുടങ്ങിയത്. ഇയാളുമായുള്ള ബന്ധമാണ് ഷാങ്ങിനെ കുടുക്കിയത്. അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് പാർട്ടി സ്വീകരിക്കുന്നതെന്ന് വാഷിംഗ്ടണിലെ ചൈനീസ് എംബസി വക്താവ് ലിയു പെങ്യു പറയുന്നു. ഷി ജിൻപിങ്ങിനെ പോലെ തന്നെ ചൈനയിലെ വിപ്ലവ നേതാക്കളുടെ പിൻതലമുറക്കാരനാണ് ഷാങ്ങും. ഷിയുടെ പിതാവിനൊപ്പം പണ്ട് ഒന്നിച്ചു പോരാടിയ വ്യക്തിയായിരുന്നു ഷാങ്ങിന്റെ പിതാവും. ഇത്രയും അടുത്ത ബന്ധമുള്ള ഒരാൾക്കെതിരെയുള്ള നടപടി ചൈനീസ് സൈന്യത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. മുൻ പ്രതിരോധ മന്ത്രി ലി ഷാങ് ഫുവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഷാങ് കൈക്കൂലി വാങ്ങിയെന്ന ആരോപണവും ഇതോടൊപ്പം ഉയരുന്നുണ്ട്. അഴിമതി ആരോപണങ്ങളെ തുടർന്ന് ലി ഷാങ് ഫുവിനെ 2024 പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഇനി ഈ ഒരു കഥയ്ക്ക് മറ്റൊരു വശം കൂടിയുണ്ട്. ഷി ജിൻപിങ് തന്റെ അധികാരത്തിന് ഭീഷണിയാകുമെന്ന് തോന്നുന്നവരെയെല്ലാം ഓരോന്നോരോന്നായി വെട്ടി നിരത്തുകയാണോ? ഈ അടുത്ത കാലത്തായി ചൈനയുടെ വിദേശകാര്യ മന്ത്രിയെയും പ്രതിരോധ മന്ത്രിയും നമ്മൾ കാണാതായിരുന്നു. അവരെല്ലാം പിന്നീട് അഴിമതി ആരോപണത്തിന്റെ പേരിൽ പുറത്തായി. ഇപ്പോൾ ജനറൽ ഷാങ്ങിനെ കൂടി മാറ്റുന്നതോടെ ചൈനീസ് സൈന്യത്തിന്റെ മുഴുവൻ അധികാരവും ഷി ജിൻപിങ്ങിന്റെ കയ്യിൽ മാത്രമായി ഒതുങ്ങുകയാണ്. സെൻട്രൽ മിലിറ്ററി കമ്മീഷനിൽ 6 യൂണിഫോം ധരിച്ച അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വെറും ഒരാളായി കുറഞ്ഞിരിക്കുകയാണ്. ആ ഒരാൾ ഹാങ് ഷെങ്മിൻ ആണ്. ബാക്കിയുള്ളവരെല്ലാം ഒന്നുകിൽ പുറത്താക്കപ്പെട്ടു അല്ലെങ്കിൽ നിരീക്ഷണത്തിലാണ്. അങ്ങനെ ചൈനീസ് സൈന്യം ഇപ്പോൾ വലിയൊരു കുഴപ്പത്തിലാണ്. സൈന്യത്തിന്റെ തലപ്പത്തുള്ളവർക്കിടയിൽ പരസ്പര വിശ്വാസം ഇല്ലാതായിരിക്കുന്നു. ഇത് ചൈനയുടെ പ്രതിരോധ ശേഷിയെ ബാധിക്കുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഷി ജിൻപിങ് സൈന്യത്തെ തന്റെ വരുതിയിൽ നിർത്താൻ ശ്രമിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് തന്നെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമോ എന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ സംശയിക്കുന്നത്. രഹസ്യങ്ങളുടെ കൂമ്പാരമാണ് ചൈനീസ് രാഷ്ട്രീയം. അവിടെ എപ്പോൾ വേണമെങ്കിലും ആര് വേണമെങ്കിലും വീഴാം, ഉയരാം. ഷാങ് യുക്സിയയുടെ പതനം വെറും ഒരു അഴിമതി കഥയാണോ, അതോ ചൈനയുടെ ചരിത്രം മാറ്റി എഴുതാൻ പോകുന്ന വൻ ചാരവൃത്തിയാണോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.